ദിസ് ഈസ് എ ക്ലാസിക് കൺഫ്യൂഷൻ. നറേഷൻ, റൈറ്റ് അപ്പ്, റിവ്യൂ. ഇപ്പോൾ പുതിയൊരാളും കൂടെ വന്നിട്ടുണ്ട്, ആർട്ടിക്കിൾ. സർ, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇതൊക്കെ ഒരുപോലെയാണോ എഴുതേണ്ടത്? ഇനി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? ഓരോന്നിനെയും എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. അപ്പോഴേക്ക് നിങ്ങളുടെ മുഴുവൻ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്യപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഓരോ ഐറ്റത്തിനും നമ്മൾ വിത്ത് എക്സാമ്പിളാണ് കാര്യങ്ങൾ പറയുന്നത്. നമുക്ക് ആദ്യം നറേഷനിലേക്ക് പോവാം. ഈ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആളാണ് നറേഷൻ. സർ, വാട്ട് ഈസ് നറേഷൻ? നറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരണം എന്നാണ്. ഒരു കഥയെ നമ്മൾ നമ്മുടെ വാക്കുകളിൽ വിവരിക്കുക. അവിടെ ആകെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. നോക്കൂ, എന്താണ് നറേഷൻ? റീടെല്ലിംഗ് ദ സ്റ്റോറി ഇൻ ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇവൻറ്റ്സ്. നിങ്ങളൊരു കഥ എന്ത് ചെയ്യുന്നു? റീടെല്ല് ചെയ്യുന്നു, നിങ്ങളുടെ ഭാഷയിൽ പറയുന്നു, നിങ്ങളതിൻ്റെ സമ്മറൈസ് ചെയ്യുന്നു, സിനോപ്സിസ് എഴുതുന്നു. ആൻഡ് ഒരു കറക്റ്റ് ഓർഡർ ഓഫ് ഇവൻറ്റ്സ് ഉണ്ട്. ആദ്യം നടന്ന ആദ്യം, രണ്ടാമത് നടന്നത് രണ്ടാമത്, പിന്നെ അടുത്തത്, അങ്ങനെ. യൂസിങ് യുവർ ഓൺ വേർഡ്സ്. ടെക്സ്റ്റ് ബുക്കിൽ അതേ വേർഡ്സ് നിങ്ങൾ റെപ്ലിക്കേറ്റിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ സ്വന്തം വാക്കുകളിലാണ്. ഇൻക്ലൂഡിങ് ദ മെയിൻ ഇൻസിഡൻസ്. പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം എഴുതിയാൽ മതി. കാരണം ഒരു 6 മാർക്കിൻ്റെ നറേഷൻ എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2 sides ആണ്. ഒരു പേജിൻ്റെ ഒരു സൈഡ്, ഒരു പുറം, മറ്റേ പുറം, 2 sides. അപ്പോൾ നിങ്ങൾ അവിടെ പ്രധാനപ്പെട്ട ഇൻസിഡൻസ് എഴുതുമ്പോൾ തന്നെ എന്ത് ചെയ്യും? കാര്യം ഫില്ലാവും. അപ്പോൾ ഇതാണ് കാര്യം. എന്നാൽ ഇവിടെ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു നറേഷനിൽ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് പോയിന്റ് ഓഫ് വ്യൂ ആണ്. ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നിങ്ങളിത് പറയുന്നത്? 2 പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമുക്കിത് പറയാൻ പറ്റുക. ഒന്ന് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ, മറ്റേത് ക്യാരക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. സിമ്പിളായിട്ട് ആലോചിക്കാം. നിങ്ങളോട് രണ്ടാമത്തെ ചാപ്റ്റർ ഇൻ ദ ആറ്റിക്കിലെ സ്പിൽമൻ്റെ നറേഷൻ എഴുതാൻ വേണ്ടി, അല്ലെങ്കിൽ ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന സ്റ്റോറിയുടെ നറേഷൻ എഴുതാൻ വേണ്ടി പറയുന്നു. 2 രീതിയിൽ ചോദിക്കാം. എന്ത്? സ്പിൽമൻ്റെ സ്ട്രഗിൾസ് ആൻഡ് സർവൈവൽ, നിങ്ങളുടെ നറേറ്റ് ദ സ്ട്രഗിൾസ് ആൻഡ് സർവൈവൽ ഓഫ് സ്പിൽമാൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ നറേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് 3rd പേഴ്സണിലാണ് എഴുതേണ്ടത്. നമുക്കിതിനെ 1 എന്നും ഇതിനെ 2 എന്നും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തത് ഇങ്ങനെയായിരിക്കും തുടങ്ങുക. നിങ്ങളുടെ സ്വന്തം വാക്കുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പിൽമാനായിട്ടല്ല, പിന്നെയോ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? സ്പിൽമൻ വാസ് എ Polish Jew and a famous pianist who lived during the time of Second World War. Your own words എന്ന് പറയുമ്പോൾ നിങ്ങൾ 3rd പേഴ്സൺ ആണ്, നിങ്ങൾ സ്പിൽമൻ അല്ല, നിങ്ങൾ പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. എന്നിട്ട് സ്പിൽമൻ്റെ കഥ എഴുതുന്നു. എന്നാൽ ക്യാരക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, സ്പിൽമൻ ഈ ഹോളോകോസ്റ്റ് സർവൈവലിന് ശേഷം, അല്ലെങ്കിൽ ഈ പറയുന്ന വേൾഡ് വാറിന് ശേഷം തൻ്റെ ഒരു സുഹൃത്തിനെ കാണുന്നു. സ്പിൽമൻ നറേറ്റ്സ് ഹിസ് സ്റ്റോറി ടു ഹിസ് ഫ്രണ്ട്, റൈറ്റ് ദ ലൈക്ലി നറേറ്റീവ്. അവിടെ സ്പിൽമനാണ് തൻ്റെ കഥ എന്ത് ചെയ്യുന്നത്? തൻ്റെ ഫ്രണ്ടിനോട് പറയുന്നത്. അവിടെ ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഓക്കെ, ഐ വാസ് ഹൈഡിങ് ഇൻ ദ റൂയിൻസ് ഓഫ് എ ബിൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം പറയുന്നു. ഇത്രയും നിങ്ങൾ ആകെ എവിടെ ശ്രദ്ധിക്കേണ്ടുള്ളൂ? നറേഷനിൽ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഈ പോയിന്റ് ഓഫ് വ്യൂ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ ഒന്നുമില്ല. ഓക്കെ, രണ്ടാമത്തെ ആള് റൈറ്റപ്പ് ആണ്. അതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ദ സ്റ്റോറി എ ഫീനിക്സ് റൈസസ് ടെൽസ് ദ ഇൻസ്പയറിംഗ് ജേർണി ഓഫ് എ മാൻ ഹൂ ടേൺസ് പേഴ്സണൽ സ്ട്രഗിൾസ് ഇൻ ടു എ പവർഫുൾ മിഷൻ ടു റിസ്റ്റോർ ദ ഡിഗ്നിറ്റി ആൻഡ് ഹെൽത്ത് ടു വിമൻ. നറേറ്റ് ദ സ്റ്റോറി ഓഫ് ബബ്ലു in your own words. Narrate the story of Bablu in your own words. Bablu, I എന്ന് പറഞ്ഞിട്ടല്ല, Bablu was an average student. However, he was interested in experiments. When his father died, he had to drop out of school in order to help his family financially. He started working in a workshop. എന്ന് പറഞ്ഞിട്ട് Bablu എന്ന് പറഞ്ഞിട്ട് എഴുതണം. Bringing out the key turning points in his journey from dropping out to school to becoming a social innovator. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ ഇത് എങ്ങനെ എഴുതണമെന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് കേട്ടോ. ആദ്യം നറേഷൻ ഒരു ടൈറ്റിൽ കൊടുക്കണം. നിങ്ങൾ എല്ലാത്തിനും കൊടുത്തൊരു ടൈറ്റിൽ. ദെൻ റീടെൽ ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. കഥ നിങ്ങളുടെ വാക്കുകളിൽ പറയുക. നോട്ട് കോപ്പിയിങ് സെൻറ്റൻസസ് ഡയറക്ട്ലി, അതിൻ്റെ ആവശ്യമില്ല. ഫോളോ ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇവൻറ്റ്സ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. ആദ്യം ഉള്ളത് ആദ്യം, അവസാനമുള്ള അവസാനം. ഇൻക്ലൂഡ് കീ ടേണിംഗ് പോയിന്റ്സ്. എല്ലാം എഴുതേണ്ട ആവശ്യമില്ല, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എഴുതിയാൽ മതി. ദെൻ യൂത്ത് എ സ്മൂത്ത് ഫ്ലോ. കൃത്യമായൊരു ഫ്ലോ ഉണ്ടാവണം. അത് നമുക്ക് മെക്കാനിക്കലി ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല, പക്ഷെ ഒരു ഫ്ലോ ഉണ്ടെന്ന് ഉറപ്പിക്കാം. ദെൻ കീപ്പ് ഇറ്റ് ക്ലിയർ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. അല്ലേ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു രീതിയിൽ എന്ത് ചെയ്യുക? എഴുതുക. അവോയ്ഡ് എക്സ്ട്രാ ഡീറ്റെയിൽസ് ദാറ്റ് ആർ നോട്ട് ഇൻ ദ സ്റ്റോറി. കഥയിലില്ലാത്ത കാര്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കേണ്ട. ഇതാണ് നറേഷൻ. ഓക്കെ, ഇനി നമുക്ക് റൈറ്റപ്പ് എന്താന്ന് നോക്കാം. നോക്കൂ, റൈറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു എസ്സേ, ഉപന്യാസം, ലഘുകുറിപ്പ് എന്നൊക്കെ മലയാളത്തിൽ കരുതാം. നോക്കൂ, എ ഷോർട്ട് ഓർഗനൈസ്ഡ് പീസ് ഓഫ് റൈറ്റിംഗ്
നറേഷനേക്കാൾ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് റൈറ്റിംഗ് ആണ്, ഒരു എസ്സേ പോലെയാണ് നമ്മുടെ റൈറ്റപ്പ് എഴുതേണ്ടത്. ദാറ്റ് എക്സ്പ്ലെയിൻസ് എ ടോപ്പിക്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു റൈറ്റപ്പിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ടോപ്പിക് ഉണ്ടാവും, ഒരു വിഷയം ഉണ്ടാവും. ആ ടോപ്പിക്കിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓഫൺ യൂസിങ് ഐഡിയാസ് ഓർ എക്സാമ്പിൾസ് ഫ്രം എ സ്റ്റോറി. ആ ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ നമുക്ക് ഐഡിയാസും എക്സാമ്പിൾസും ഒക്കെ നമ്മൾ പഠിച്ച കഥയിൽ നിന്ന് എടുക്കേണ്ടി വരും, ബട്ട് വിത്തൗട്ട് റീടെല്ലിംഗ് ദ ഹോൾ സ്റ്റോറി. പക്ഷേ കഥ മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, പറയരുത്. ഒരു എക്സാമ്പിൾ കണ്ടാൽ കാര്യം മനസ്സിലാവും. നോക്കൂ, Srikanth Bolla begins his speech, Breaking Barriers, I Will Fly, by stating that 51% of Indians are self-employed. Prepare a write-up. എന്താണ്? Prepare a write-up. എന്ത് ചെയ്തുകൊണ്ട്? സബ്സ്റ്റാൻഷിയേറ്റിംഗ്, വിശദീകരിച്ചുകൊണ്ട്, സാധൂകരിച്ചുകൊണ്ട്. എന്ത്? How his own life journey reflects the spirit of Indian entrepreneurship. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്ത്യൻ ഓൺടർപ്രണർഷിപ്പിൻ്റെ സ്പിരിറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, പ്രതിഫലിപ്പിക്കുന്നത് എന്നതാണ് ചോദ്യം. ഇതാണ് നമ്മുടെ ചോദ്യം. ഈ ഗ്രീൻ കളറിൽ കൊടുത്തതാണ് ടോപ്പിക്. യൂസിങ് എവിഡൻസ് ആൻഡ് എക്സാമ്പിൾസ് ഫ്രം ദ സ്പീച്ച്. സ്പീച്ചിൻ്റെ സമ്മറി എഴുതാൻ വേണ്ടിയിട്ടല്ല, എവിഡൻസും എക്സാമ്പിൾസും സ്പീച്ച് നൽകുക. വളരെ കൃത്യമായ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ എഴുതുന്നത് നാച്ചു സാർ പറഞ്ഞുതരാം. ഉറപ്പായിട്ടും റൈറ്റപ്പിന് എന്ത് കൊടുക്കണം? ടൈറ്റിൽ കൊടുക്കണം. ദെൻ പോയിന്റ് നമ്പർ 1, ഫോക്കസ് ഓൺ ദ ടോപ്പിക്. ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ്, ടോപ്പിക്കാണ് ഗുരു. ഹിയർ it is how Srikanth Bolla's life reflects Indian entrepreneurship. ഇന്ത്യൻ ഓൺടർപ്രണർഷിപ്പ് ശ്രീകാന്ത് ബൊല്ലയുടെ ജീവിതം എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്? ഇതാണല്ലോ ടോപ്പിക്ക്. ഡു നോട്ട് റീടെൽ ഹിസ് എൻറ്റയർ ലൈഫ് സ്റ്റോറി ലൈക്ക് എ നറേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. നറേഷൻ പറയുന്ന പോലെ മുഴുവൻ കഥയും പറയാൻ നിൽക്കരുത്. പിക്ക് key points from his journey that show qualities of an entrepreneur: determination, innovation, risk taking, problem solving. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ കീ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. എന്താണ്? അദ്ദേഹത്തിൻ്റെ ഡിറ്റർമിനേഷൻ, ഇന്നോവേഷൻ, റിസ്ക് ടേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഓൺടർപ്രണർ എന്നുള്ള രീതിയിലുള്ള ക്വാളിറ്റീസ് ആണ്. അത് സെപ്പറേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യണം? കാര്യം പറയണം. യൂസ് എവിഡൻസ് ആൻഡ് എക്സാമ്പിൾസ് ഫ്രം ദ സ്പീച്ച് ടു സപ്പോർട്ട് യുവർ പോയിന്റ്സ്. സ്പീച്ചാണ് നമ്മുടെ ബൈബിൾ. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സപ്പോർട്ടിംഗ് പോയിന്റ്സ് എടുക്കേണ്ടത്. റൈറ്റ് ഇൻ ആൻ ഓർഗനൈസ്ഡ് വേ. ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു റൈറ്റപ്പിന്, ഒരു എസ്സേക്ക് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ടൈറ്റിൽ ഉണ്ടാവും, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, മെയിൻ പോയിന്റ്സ്, ബോഡി ഓഫ് ദ റൈറ്റപ്പ്, പിന്നെയോ ഒരു ഷോർട്ട് കൺക്ലൂഷൻ, ഒരു കുഞ്ഞു കൺക്ലൂഷൻ. ഇത്രയേ ഉള്ളൂ എന്ത് ഒരു റൈറ്റപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ആള് റിവ്യൂ ആണ്. നമ്മൾ മൂവി റിവ്യൂയിലേക്ക് പോകാറുണ്ട്, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് റിവ്യൂ എന്താണ് എഴുതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആൻ ഇവാലുവേഷൻ ഓഫ് എ സ്റ്റോറി. അതായത് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിനിമയെ റിവ്യൂ ചെയ്യുന്ന പോലെ വിലയിരുത്തലാണ്. ഇവാലുവേഷൻ ഓഫ് എ സ്റ്റോറിയാണ്. ദാറ്റ് ഗിവ്സ് യു ഒപ്പീനിയൻ അബൌട്ട് ക്യാരക്ടേഴ്സ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാരക്ടേഴ്സിനെ കുറിച്ച്, തീമിനെ കുറിച്ച്, പ്ലോട്ട്, കഥാഗതിയെക്കുറിച്ച് എന്ത് കൊടുക്കണം? നിങ്ങളുടെ ഒപ്പീനിയൻ കൊടുക്കണം. വിത്ത് എക്സാമ്പിൾസ്, വിത്തൗട്ട് റീടെല്ലിംഗ് ദ ഹോൾ സ്റ്റോറി. അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? മുഴുവൻ കഥ പറയരുത്. റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഒപ്പീനിയനാണ് പറയേണ്ടത്. അവിടെ നിങ്ങൾ ക്യാരക്ടേഴ്സിനെ കുറിച്ചും കഥയെക്കുറിച്ചും തീമിനെ കുറിച്ചും ഒക്കെ പറയും. ഒരു ഇൻസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ, In the Attic is a harrowing survival testimony that highlights the resilience of the human spirit during one of history's darkest periods. Through Spillman's personal journey, it reflects deeply on fear, solitude, കമ്പാഷൻ ആൻഡ് ഹോപ്പ് അമിഡ്സ് വാർ ആൻഡ് ഡിസ്ട്രക്ഷൻ. വലിയ ചോദ്യമാണ്. ഇത്തവണ മുതൽ 2025 മുതൽ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വന്ന വലിയൊരു മാറ്റം എന്താണ്? വലിയ ചോദ്യങ്ങളാണ്. പക്ഷേ ഈ ചോദ്യം വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പോയിന്റ് പിക്ക് ചെയ്യാൻ പറ്റില്ല. എന്താണ് എഴുതാൻ പറഞ്ഞത്? ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദ നറേറ്റീവ്. ഇൻ ദ ആറ്റിക് എന്ന് പറഞ്ഞ നറേറ്റീവ് വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് റിവ്യൂ ഫോക്കസിങ് ഓൺ ഇറ്റ്സ് ക്യാരക്ടറൈസേഷൻ, തീം, പ്ലോട്ട് ഡെവലപ്മെന്റ്. നിങ്ങൾ ഇത്രയും ചോദ്യം വായിച്ചോ, നല്ല കാര്യം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ചോദ്യം എന്താ? റിവ്യൂ തയ്യാറാക്കണം. എന്തിനെ കുറിച്ച്? ഇൻ ദ ആറ്റിക്കിലെ ക്യാരക്ടറൈസേഷൻ, ക്യാരക്ടേഴ്സിനെ കുറിച്ച്. 2 ക്യാരക്ടേഴ്സാണ് ഉള്ളത്, സ്പിൽമാനും ജർമ്മൻ ഓഫീസറും. തീം, എന്താണ് തീം? എന്താണ് പ്ലോട്ട്? എങ്ങനെയാണ് പ്ലോട്ട് ഡെവലപ്പ് ചെയ്യുന്നത്? അതാണ് കഥ, അതാണ് നറേറ്റീവ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു റിവ്യൂ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാണ് ചെയ്യാം? ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കണം. എല്ലാത്തിനും ടൈറ്റിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറയുന്നത് ടൈറ്റിൽ കൊടുക്കണം. ഇൻട്രൊഡക്ഷൻ. എങ്ങനെ ഇൻട്രൊഡക്ഷൻ പറയാം? നെയിം ഓഫ് ദ സ്റ്റോറി ആൻഡ് ദ ഓഥർ. ഉറപ്പായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം. എന്ത്? ഇൻ ദ ആറ്റിക് ഈസ് എ സർവൈവൽ ടെസ്റ്റിമണി റിട്ടൺ ബൈ വ്ളാഡിസ്ലോ സ്പിൽമാൻ, അല്ലെങ്കിൽ വാഡിസ്ലോ സ്പിൽമാൻ, എ പോളിഷ് പിയാനിസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ സർവൈവർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് എ ഷോർട്ട് ഐഡിയ ഓഫ് വാട്ട് ഇറ്റ് ഈസ് എബൌട്ട്. എന്താണ് കഥ എന്നുള്ളൊരു ഐഡിയ നിങ്ങൾ കൊടുക്കണം.
ഇൻഡാറ്റിക് എന്താണ് കഥ, എന്താണ് ഇതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കൊടുക്കണം. അതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. ദെൻ ക്യാരക്ടറൈസേഷനെ കുറിച്ച് പറയുന്നു. ഹൗ ദ മെയിൻ ക്യാരക്ടേഴ്സ്, 2 പേരാണ്, അവരെ കുറിച്ച് അവരെങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, അവരുടെ സവിശേഷതകൾ, ട്രേറ്റ്സ് എന്തൊക്കെയാണ്, ആൻഡ് എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അവിടെ നിങ്ങൾ കഥ പറയേണ്ടി വരും, അവിടെ നിങ്ങൾക്ക് നറേഷൻ പറയുന്ന വേറെ വഴിയില്ല, നിങ്ങൾ ചെയ്യും. ദെൻ തീം എന്താണ്, ദ സെൻട്രൽ ഐഡിയ ഓർ മെസ്സേജ്. സർവൈവൽ ഒരു മെസ്സേജാണ്, തീമാണ്. ഹോപ്പ് ഒരു തീമാണ്, ഹ്യൂമൻ സ്പിരിറ്റ് ഒരു തീമാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് തീംസ് എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. പ്ലോട്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഹൗ ദ സ്റ്റോറി ബിഗിൻസ്, ബിൽഡ്സ് അപ്പ്, റീച്ചസ് എ ക്ലൈമാക്സ് ആൻഡ് എൻഡ്സ്. ആക്ച്വലി ഈ മൊത്തം ഭാഗം നിങ്ങൾ ആ കഥ പറയുന്നത് പോലെ തന്നെ പറയേണ്ടി വരും. പക്ഷെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു അഭിപ്രായം പറയുന്നത് പോലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും തീമിനെ കുറിച്ചൊക്കെ പറയണം. യുവർ ഒപ്പീനിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് യു ലൈക്ഡ് ഓർ തോട്ട് കുഡ് ബി ബെറ്റർ. അല്ലെ, നിങ്ങൾക്ക് ഈ കഥയെക്കുറിച്ച് ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്, അല്ലെങ്കിൽ എന്ത് നന്നാക്കാൻ നിങ്ങൾ പറയണ്ട, എന്താണ് നിങ്ങൾക്ക് സ്റ്റോറിയെക്കുറിച്ച് ഇഷ്ടപ്പെട്ട കാര്യം. കൺക്ലൂഷൻ, എ ഷോർട്ട് ക്ലോസിംഗ് റിമാർക്ക് ഓർ റെക്കമെൻഡേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറത്തുള്ള കൃതികളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ക്ലോസിംഗ് റിമാർക്ക്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരാളുടെയും കൂടെ നോക്കണം, ആർട്ടിക്കിളാണ്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 52 ആർട്ടിക്കിളിൻ്റെ റെഫറൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ? എ പീസ് ഓഫ് റൈറ്റിംഗ് ഇൻ എ ന്യൂസ് പേപ്പർ ഓർ മാഗസിൻ ഗിവിംഗ് ഫാക്ട്സ് ഓർ ന്യൂസ്. ഒന്നുമില്ല. അതായത് ആർട്ടിക്കിളിനെ നിങ്ങൾ എന്തായിട്ട് കാണുക, റൈറ്റപ്പ് ആയിട്ട് കാണുക. റൈറ്റപ്പ് നിങ്ങൾ സാധാരണ പേപ്പറിൽ എഴുതുന്നതാണെങ്കിൽ ആർട്ടിക്കിൾ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നതാണ്, ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നോക്കൂ, ഒരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അരുണാചലം മുരുകാനന്ദം വാണ്ടഡ് ടു മേക്ക് സാനിറ്ററി നാപ്കിൻസ് അഫോർഡബിൾ ഫോർ വിമൻ ഇൻ ഇന്ത്യ. അല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഹി ഓൾസോ വർക്ക് ടു ഗിവ് ജോബ്സ് ടു വിമൻ ആൻഡ് ഇംപ്രൂവ് ഹൈജീൻ ഇൻ ഹോംസ്. For the past 25 years, he has been making and distributing low-cost sanitary napkins. Based on your reading a Phoenix Rises, write an article about his achievements for your class magazine. നിങ്ങളുടെ ക്ലാസ് മാഗസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, അദ്ദേഹം എങ്ങനെ തുടങ്ങി, അദ്ദേഹം എന്ത് ചെയ്തു, അത് ആർക്കൊക്കെ ബെനിഫിഷ്യലായി എന്നുള്ള ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ നിങ്ങൾ ആ സ്റ്റോറി പറയാനാണ്, പക്ഷേ കുറച്ചുകൂടെ ഫോർമലായിട്ട് പറയുന്നു. എങ്ങനെയാണ്? ഗീവ് എ ടൈറ്റിൽ, എല്ലാത്തിനും ടൈറ്റിൽ കൊടുക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ, ദ മാൻ ഹൂ ചേഞ്ച്ഡ് വിമൻസ് ലൈഫ്സ്. The man who changed women's lives. ബൈലൈൻ എന്താണ്? ബൈലൈൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബൈലൈൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര എഴുതി വെച്ചാൽ മതി, ആരാണ് ഈ ആർട്ടിക്കിൾ എഴുതുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് എഴുതാൻ നിൽക്കണം. എന്ത് എഴുതാൽ മതി? സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ്. എന്താണ്? സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് അല്ലെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതിയാൽ മതി. ദെൻ മൂന്നാമത്തത്, പ്ലാൻ യുവർ ആർട്ടിക്കിൾ വിത്ത് 3 പാർട്സ്. ആർട്ടിക്കിൾ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം. അത് തന്നെയാണ് എന്ത്? റൈറ്റപ്പ്. Then write in simple clear language, because ഒരു സ്കൂൾ മാഗസിനൊക്കെ വേണ്ടിയാകുമ്പോൾ സിമ്പിളായിട്ട് ക്ലിയർ ലാംഗ്വേജിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് ആർട്ടിക്കിളാണ്, അതിൻ്റെ കൂടെ എന്ത് കൊടുത്താൽ മതി? ഒരു ബൈലൈനും കൂടെ കൊടുത്താൽ എന്തായി? ഇത് റൈറ്റപ്പ് ആണ്, അതിൻ്റെ കൂടെ ഒരു ബൈലൈനും കൂടെ കൊടുത്താൽ എന്തായി? ആർട്ടിക്കിളായി. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറാണ്. ഇത് വേണമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഫോർമാറ്റിൽ എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് ഈ പറയുന്ന നറേഷനും റൈറ്റപ്പും റിവ്യൂവും ആർട്ടിക്കിളും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്ന് വൈകുന്നേരം 7:15 മെഗാ മാരത്തണിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. വെറും ചാപ്റ്റർ പറഞ്ഞു പോവില്ല. എങ്ങനെയാണ് റൈറ്റപ്പും ആർട്ടിക്കിളൊക്കെ എഴുതുമ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് എന്താണ്, എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം എന്നൊക്കെ വളരെ വൃത്തിക്ക് നമ്മൾ ഇന്നത്തെ ലൈവിൽ പറയും. സോ ആ ലൈവിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ആ ലൈവിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കുക. സോ അണ്ടിൽ വി സീ നെക്സ്റ്റ് ടൈം, താങ്ക് യു എവരിബഡി.